ഹലോ, ആദ്യം തന്നെ പറയട്ടെ, ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ഇത് ചെയ്യാൻ പറ്റി എന്നതുകൊണ്ട് മാത്രം പോരാ, ഇതുപോലത്തെ പ്രോബ്ലംസ് സ്വന്തമായി ഉണ്ടാക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. നിങ്ങളെന്ത് ചെയ്യുക, ഇത് ചെയ്ത് പഠിച്ചതിന് ശേഷം ഇതുപോലത്തെ ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു രണ്ടാം കൃതി സമവാക്യം പകർത്തിയെടുത്തപ്പോൾ എക്സ് ഇല്ലാത്ത പദം -24 പകരം 24 എന്ന് തെറ്റായി എഴുതിപ്പോയി. -24 എന്ന് എഴുതുന്നതിന് പകരം 24 എന്ന് തെറ്റായി എഴുതിപ്പോയി. ഉത്തരം കിട്ടിയത് 4, 6 എന്നിങ്ങനെയാണ്. എങ്കിൽ ശരിയായ പ്രോബ്ലത്തിന്റെ ആൻസർ എന്തൊക്കെയാണെന്നാണ് ചോദ്യം എന്താണ്? ഒരു രണ്ടാം കൃതി സമവാക്യം പകർത്തിയെടുത്തപ്പോൾ എക്സ് ഇല്ലാത്ത പദം -24 എന്ന് എഴുതുന്നതിന് പകരം 24 എന്ന് തെറ്റായി എഴുതിപ്പോയി. ആൻസർ എന്ത് കിട്ടി? 6, 4 എന്ന് കിട്ടി. എങ്കിൽ ശരിയായ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ എന്താണ് എന്നാണ് ചോദ്യം ഇങ്ങനെയാണ്: ഇൻ കോപ്പിയിങ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, the number without x was written as 24 instead of -24. Number without x written as 24 instead of -24. The answers were found 4 and 6. What are the answers of the correct problem? അപ്പോൾ ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കും. നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആകെ തന്നുള്ളത് എന്താണ്? ടേം വിത്തൗട്ട് എക്സ് ഇല്ലാത്ത പദം മാത്രമേ തന്നിട്ടുള്ളൂ. അത് എത്രയാണെന്ന് അറിയാം. നമുക്ക് ശരിയായ പ്രോബ്ലത്തിൽ -24 ആണ് എന്നറിയാം. പക്ഷെ അങ്ങനെ എഴുതുന്നതിന് ആർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണ്? മൈനസ് ഇടാൻ എന്ത് ചെയ്തു? മറന്നുപോയി. എന്താണ്? മൈനസിന് പകരം എന്തെഴുതി? +24 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ ഇക്വേഷനുമായിട്ട്, നമ്മുടെ രണ്ടാം കൃതി സമവാക്യത്തിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഇക്വേഷനുമായിട്ട് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? ax² + bx + c = 0 എന്നാണ്. ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? സി ആണ് എന്ത്? ടേം വിത്തൗട്ട് എക്സ് അല്ലെങ്കിൽ എക്സ് ഇല്ലാത്ത പദം എന്നൊക്കെ പറയുന്നത് എന്താണ്? സി ആണ്. ഈ സിയിലാണ് എന്ത് പറ്റിയിട്ടുള്ളത്? ഒരു അബദ്ധം പറ്റിയിട്ടുള്ളത്. അപ്പോ സി എന്തായി? അവിടെ -24 എന്ന് എഴുതുന്നതിന് പകരം എന്തെന്ന് എഴുതി? +24 എന്ന് എഴുതി പോയി. അതാണ് പറ്റിയ അബദ്ധം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഒരു ആൻസർ കിട്ടും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ഉറപ്പാണ്. ആ ആൻസർ എത്രയാണ് ഇവിടെ തെറ്റിയിട്ട് കിട്ടിയത്? എത്രയാണ്? 6, 4 എന്നീ 6 and 4 ആണ് എന്ത് കിട്ടിയത്? ആൻസർ കിട്ടിയത് 6 and 4. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആൻസർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ 6ഉം 4ഉം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്സിന്റെ വാല്യൂസ് ആണ് അല്ലെ? എക്സിന് കിട്ടുന്ന 2 വാല്യൂസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ എക്സിന് 2 വാല്യൂസ് ഉണ്ടായിരിക്കും. എന്താണ്? എക്സിന് 2 വാല്യൂസ് ഉണ്ടായിരിക്കും. 6ഉം 4ഉം കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഇനി ഈ വാല്യൂസ് നമ്മുടെ ജനറൽ ഫോമില്, അതായത് എക്സിന് പകരം എന്ത് കൊടുക്കുകയാണ്? 4, 6 എന്നീ വാല്യൂസ് കൊടുത്തു നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇക്വേഷൻസ് ഫോം ചെയ്യും. 2 സെപ്പറേറ്റ് ഇക്വേഷൻസ് ഫോം ചെയ്യും. x = 4 കൊടുത്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, x = 6 കൊടുത്തിട്ട് എന്ത് ചെയ്യാം? മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. എക്സിന് പകരം എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. 4² + b × 4 + 24 = 0. എന്ത് വരും? 4² എന്ത് വരും? 16. b × 4 4b + 24 = 0. അപ്പൊ ഇക്വേഷൻ എന്തായി? 16a + 4b + 24 = 0 എന്നായി മാറി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 24നെ സമത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാം. ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ x = 4, എക്സിന് 4 ആവുമ്പോൾ കിട്ടുന്ന ആ ഇക്വേഷന് എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. നമുക്ക് ആവശ്യം വരും. ഇനി എന്ത് ചെയ്യണം? x = 4 ചെയ്തു. ഇനി എന്താണ്? x = 6. എക്സിന്റെ വാല്യൂ 6 ആവുമ്പോൾ എന്തായിരിക്കും വരിക?
എക്സിന്റെ വാല്യൂ 6 ആവുമ്പോൾ എന്താണ് വരിക? a ഇൻറ്റു 6 സ്ക്വയർ, എക്സ് സ്ക്വയറിന് പകരം 6 സ്ക്വയർ, b ഇൻറ്റു എക്സിന് പകരം എന്ത് എഴുതി? b ഇൻറ്റു 6 എഴുതി, 24 ഈക്വൽ ടു 0. റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 36a, 6ന്റെ സ്ക്വയർ 36a പ്ലസ് 6b, നേരിട്ട് ഏതാണ്? 24 അങ്ങോട്ട് വരും, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ -24 എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇവിടെ x = 6 ആവുമ്പോൾ എന്താണ്? 36a പ്ലസ് 6b ഈക്വൽ ടു -24. ഇനി നമുക്ക് ഇപ്പൊ കിട്ടിയ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ഇക്വേഷൻ 1ഉം 2ഉം കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടണം? എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. എന്നിട്ട് യഥാർത്ഥത്തിലുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? എക്കും ബിക്കും. സിയുടെ വാല്യൂ അറിയാം നമുക്ക്. സിയുടെ വാല്യൂ എത്രയാണ്? -24 ആണ്. തെറ്റി നമ്മൾ എന്ത് എഴുതി? +24 എന്ന് എഴുതി. സിയുടെ വാല്യൂ ശരിക്കുള്ള വാല്യൂ എന്താണ്? -24 ആണ്. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തത്. ഈ ഇക്വേഷൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സം ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷെ അതിന് എന്ത് വേണം? കോമൺ ആയിട്ട് എയുടെയോ ബിയുടെയോ വാല്യൂ പൊതുവായിട്ട് എന്തായി പോകണം? ക്യാൻസൽ ആയി പോകണം. വെട്ടി ചെറുതാക്കാൻ പറ്റണം, വെട്ടിക്കളയാൻ പറ്റണം, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കളയാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന വാല്യൂസ് ആണോ നോക്കുക. ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് 36 ആണ്. ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് 16 ആണ്. ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 36 ആണ്. ഇവിടെ ബിയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 4 ആണ്. ബിയുടെ കോഎഫിഷ്യന്റ് 6 ആണ്. നമുക്ക് എന്താക്കണം? കോഎഫിഷ്യൻസ് സെയിം ആക്കണം. സെയിം ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ടേം എന്തായി പോകുള്ളൂ? ക്യാൻസൽ ആയി പോകുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻസിനെ എന്തെങ്കിലും സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം. നോക്കാം നമുക്ക് എന്താ പറ്റുന്നത് നോക്കാം. ഈ ഒരു ഇക്വേഷനെ 3 കൊണ്ട്, ഇക്വേഷൻ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഇക്വേഷൻ 2നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക കാണിച്ചു തരാം. അങ്ങനെ എന്താ ഉണ്ടാവുന്നത് മനസ്സിലാക്കിയിട്ട് ഇനി വേറൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ഓർഡറിലേക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾ പഠിക്കണം. അപ്പൊ എന്താ വരിക? ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? 16 × 3 48a പ്ലസ് 4 × 3 എന്ത് വരും? 12b ഈക്വൽ ടു 24 -24 × 3 -24 × 3 എന്ത് വരും? 70 -72 ഇക്വേഷൻ 1 എന്തായി മാറി? ഇക്വേഷൻ 1 ഇങ്ങനെയായി മാറി അല്ലെ? ഇക്വേഷൻ 1 ഇങ്ങനെയായി മാറി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ ബിനെ എന്താ ചെയ്യാം? ഇക്വേഷൻ 2നെ എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 36a എന്ന് പറയുമ്പോൾ എന്ത് വരും? 36a എന്ന് പറയുമ്പോൾ × 2, 36 × 2 എന്ത് വരും? 72a പ്ലസ് 6 × 2 എന്ത് വരും? 12b ഈക്വൽ ടു എന്ത് വരും? 24 × 2 -48 ഇതെന്താണ്? ഇക്വേഷൻ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 2നെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. ഇക്വേഷൻ 2 മൈനസ് ചെയ്യാൻ എന്തിന്? 1 കൊണ്ട് കണ്ടു. ഇക്വേഷൻ 2ൽ നിന്ന് എന്ത് ചെയ്യാം? 1 കുറച്ച് നോക്കാം. അപ്പൊ ഇക്വേഷൻ 2 എന്താണ്? 72a പ്ലസ് 12b ഈക്വൽ ടു -48. ഇക്വേഷൻ 2 എന്താണ്? 72a പ്ലസ് 12b -48. ഇനി ഇക്വേഷൻ എന്ത് ചെയ്യാം? മൈനസ് ഇക്വേഷൻ 1 എന്താണ്? 48a പ്ലസ് 12b ഈക്വൽ ടു -72. ഇതെന്ത് ചെയ്യണം? നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. നോക്കാം. 72ൽ നിന്ന് 48 കുറച്ചാൽ 72 മൈനസ് 48 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 2 24a 24a എന്ന് കിട്ടും. അതുപോലെ 12b മൈനസ് 12b ചെയ്താൽ എന്താ കിട്ടുക? 12 മൈനസ് 12 0 ആണ് വരിക അല്ലെ? 0 ആണ് വരിക. ഈക്വൽ ടു -48 -72 മൈനസ് എന്തായി മാറും? പ്ലസ് ആയി മാറും. അതായത് -48 പ്ലസ് 72 എന്നായി മാറും. എന്ത് കിട്ടും നമുക്ക്? 24 എന്ന് കിട്ടും. അതായത് -48 -72 ആണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? മൈനസ് എന്തായി മാറും? പ്ലസ് ആയി മാറും. -48 പ്ലസ് 72 എന്നാണ് വായിക്കുക. അപ്പൊ എന്താ വരും? 24. 24a ഈക്വൽ ടു 24 കിട്ടി. a ഈക്വൽ ടു എന്തായിരിക്കും?
24 ഡിവൈഡ് ബൈ 24 ഈക്വൽ ടു 1. എയുടെ വാല്യൂ എന്ത് കിട്ടി? എയുടെ വാല്യൂ 1 കിട്ടി. ഇനി ബി കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷനിൽ എന്ത് കൊടുക്കാം? ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? എയുടെ വാല്യൂ എന്തെന്ന് കൊടുക്കാം? 1 എന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എ ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ 1 എന്താണ്? 16a പ്ലസ് 4b ഈക്വൽ ടു -24. എക്ക് പകരം എന്ത് കൊടുക്കാം? 1. എക്ക് പകരം എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. 16 into 1 plus 4b equal to -24. 16 into 1 plus 4b equal to -24. 16 into 1 എന്താ വരിക? 16 തന്നെയാണ് വരിക. Plus 4b equal to -24. 4b equal to -24 minus 16. പ്ലസ് 16 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? -16 ആയി മാറും. -16 ആയി മാറും. Then equal to -24 minus 16 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? -40 എന്ന് വരും. എന്ത് വരും? -40. b equal to എന്ത് വരും? b equal to -40 divided by 4 equal to -10. എന്ത് കിട്ടും? -10 എന്ന് കിട്ടും. -40 by 4 equal to വരും. ഈ 4b ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. 4b equal to ആണെന്ത്? -40. b equal to b എന്തായിരിക്കും? ഈ 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ 4 ആയിരിക്കും. അപ്പൊ എന്ത് വരും? -40 by 4 equal to -10 എന്ന് വരും. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ കിട്ടി 1 ആണ്, ബിയുടെ വാല്യൂ കിട്ടി -10 ആണ്. -10 എയും ബിയും കിട്ടി. ഇക്വേഷൻ എന്തായി മാറും? ഇനി ഇക്വേഷൻ എന്തായി മാറും? ഇവിടെ എക്ക് പകരം എന്ത് കൊടുക്കണം? 1 എന്ന് വരും. 1x² പ്ലസ് ബിക്ക് പകരം എന്ത് വരും? ബിക്ക് പകരം എന്ത് വരും? -10x എന്ന് വരും. ഇവിടെ +24 ആണ് ഉള്ളത്. ഇത് തെറ്റാണ്. +24 തെറ്റാണ്. അവിടെ എന്താണ് വേണ്ടത്? -24 ആണ് വേണ്ടത്. -24 ഈക്വൽ ടു 0. x² -10 x² -10x -24 ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതായിരുന്നു യഥാർത്ഥ ഇക്വേഷൻ. ഇതാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്തത്? തെറ്റിയിട്ട് -24 പകരം എന്താ എഴുതിയത്? +24 എന്ന് എഴുതി തെറ്റിച്ച ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ യഥാർത്ഥ ചോദ്യത്തിന്റെ ആൻസർ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാം നമുക്ക്. യഥാർത്ഥ ഇക്വേഷൻ എന്തായിരുന്നു? x² -10x -24 ഈക്വൽ ടു 0 എന്നാണ്. ഇതിൽ എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് ആദ്യം എടുത്ത് എഴുതാം. എ ഈക്വൽ ടു 1 ആണ് വരിക. ബി ഈക്വൽ ടു -10. ബി ഈക്വൽ ടു എത്രയാണ്? -10. സി ഈക്വൽ ടു -24. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എ എത്രയാണ്? 1 ആണ്. ബി എത്രയാണ്? -10 ആണ്. സി എത്രയാണ്? -24 ആണ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ മെത്തേഡിലോ സ്ക്വയർ കൺവീഷൻ മെത്തേഡിലോ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ മെത്തേഡാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഇക്വേഷൻ മെത്തേഡ് ചെയ്യാം. x equal to -b plus or minus root of b square minus 4ac all divided by 2a minus b -10 ആണ് ഉള്ളത്. ഓൾറെഡി -b ആണ് എഴുതേണ്ടത്. മൈനസ് ഇട്ടു. ഇനി എന്താണ്? അവിടെ b എത്രയാണ്? -10 ആണ്. b എത്രയാണ്? -10 ആണ്. അതുകൊണ്ട് അത് എഴുതി. -b ആണ് എഴുതേണ്ടത്. മൈനസ് ഇട്ടു. -b എഴുതി. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ ആണ് വേണ്ടത്. -10 സ്ക്വയർ എന്ന് എഴുതി. -10 സ്ക്വയർ എന്ന് എഴുതി. -4 into a എത്രയാണ്? 1 into c -24 all divided by 2 into 1. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഒരുപാട് മുൻപത്തെ ക്ലാസ്സുകളിൽ ഒരുപാട് ചെയ്തതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? -10 എന്ന് വരും. -10 എന്ത് വരും? +10 പ്ലസ് ഓർ മൈനസ് -10 എന്ത് വരും? +10 വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -10ന്റെ സ്ക്വയർ എന്ത് വരും? 100. -10ന്റെ സ്ക്വയർ എന്ത് വരും? -10 സ്ക്വയർ എന്ത് വരും? 100 എന്ന് വരും. മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? -4 ആണ്. -24 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? 24 എന്ന് വരും. ദെൻ 4 into 24 എന്താണ് വരിക? 96. 4 into 24 എന്ന് വരും? 96 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് 196 by 2. എന്താണ് 196ന്റെ റൂട്ട്? 196ന്റെ റൂട്ട് പ്ലസ് 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് 14 ഡിവൈഡഡ് ബൈ 2. 196ന്റെ റൂട്ട് എത്രയാണ്? 14. ഇനി നമുക്ക് രണ്ട് ആൻസർ ഉണ്ടായിരിക്കും. രണ്ട് ആൻസർ എടുത്ത് എഴുതാം.
10 plus 14 by 2, 10 minus 14 by 2. 10 plus 14 എന്ന് വരും 24 by 2 equal to 12. ഒരു ആൻസർ ആണ് 12. 10 minus 14 എന്ന് വരും minus 4 divided by 2 equal to minus 2. രണ്ട് ആൻസർ ആണുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ശരിയായ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? 12 ആൻഡ് -2. ഇതാണ് നമ്മളുടെ ശരിയായ ചോദ്യം ചെയ്താൽ കിട്ടേണ്ടിയിരുന്ന ആൻസർ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലം പോലെയല്ല, കുറെ വ്യത്യാസങ്ങളുണ്ട്. സ്റ്റെപ്സ് എല്ലാം വ്യത്യാസമുണ്ട്, കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് എന്തായാലും ഈ ഒരു പ്രോബ്ലം കൂടി ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഈ ഒരു പ്രോബ്ലം കൂടി എന്ത് ചെയ്യാം, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പാകത്തിനായി മാറുക നിങ്ങൾ. ഓക്കെ.